രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ തലവൻ എന്ന നിലയിൽ ശ്രീ ഗുരുജിയെ ഏൽപ്പിച്ച ദൗത്യം വിധി ദേശീയ പുനരുജ്ജീവനം കൊണ്ടുവരിക എന്നതായിരുന്നു. ഇതിനായി സനാതനധർമ്മത്തിന്റെ തത്വങ്ങളും ആചാരങ്ങളും വീക്ഷണങ്ങളും ലക്ഷ്യങ്ങളും പുതിയ യുഗധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ആധുനിക തലമുറയ്ക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പുനഃപ്രസ്താവിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഉയർന്നുവരുന്ന ലോക സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് ചെയ്യേണ്ടതുണ്ട്. ഭാരതം പോലുള്ള ഒരു പ്രധാന രാജ്യത്തിനും ഒറ്റപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല. ഭാരതം സ്വയം രൂപപ്പെടുത്തിയ രീതി ലോകത്തിന്റെ രൂപീകരണത്തിന് നിർണായക പ്രാധാന്യമുള്ളതായിരുന്നു. ശ്രീ ഗുരുജിക്കത് നന്നായി അറിയാമായിരുന്നു. ദേശീയ പുനരുജ്ജീവനവും പുനർനിർമ്മാണവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആശങ്കയെങ്കിലും ഭാരതത്തിന് ഒരു ആഗോള പങ്ക് വഹിക്കാനുണ്ടെന്ന് ശ്രീ ഗുരുജിക്കറിയാമായിരുന്നു. ആ സമയത്ത് സ്വയം അവതരിപ്പിച്ച അന്താരാഷ്ട്ര സാഹചര്യം വലിയ അപകടകരമായിരുന്നു. ലോകത്തിന് മുന്നിൽ മറ്റ് മാർഗങ്ങളൊന്നും അവശേഷിച്ചിട്ടില്ലെന്ന് തോന്നി. പരസ്പരവിരുദ്ധമായ രണ്ട് വ്യവസ്ഥകളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും മുതലാളിത്തത്തിന്റെയും പിടിയിൽ മനുഷ്യവംശത്തിന് ഒരു മാതൃകയും ലോകത്തെ രക്ഷിക്കുന്ന ഒരു തത്വചിന്തയുടെ ഏക സംരക്ഷകനുമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തടസ്സങ്ങളില്ലാത്ത പോരാട്ടത്തിൽ അത് കുടുങ്ങി. ലോകം നേരിടുന്ന പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനോ പ്രതിസന്ധി പരിഹരിക്കുന്നതിനോ ഹിന്ദു പുനരുജ്ജീവന പ്രസ്ഥാനത്തിന് ഒന്നും വാഗ്ദാനം ചെയ്യാൻ കഴിയില്ലെന്ന് പലരും തെറ്റായി വിശ്വസിച്ചു. ശ്രീ ഗുരുജിയുടെ സമീപനം അവരെ സംബന്ധിച്ചിടത്തോളം ഇടുങ്ങിയ ഹിന്ദു വിഭാഗീയതയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അതേസമയം സാഹചര്യം ഒരു ബദൽ ലോകവീക്ഷണം ആവശ്യപ്പെട്ടു. അത് എല്ലാ മനുഷ്യരാശിയുടെയും ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയും സന്തോഷവും നൽകും. औपनिवेशिक भारत के अंधकार में एक विचार जन्म ले रहा था, एक विचार जो भारत को फिर से जागृत करना चाहता था। यह कहानी है